പാഠം 24 കണ്ണാന്തളി പൂക്കളുടെ കാലം. ടി വാസുദേവൻ നായർ. അതായത് ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. അല്ലെങ്കിൽ ആ ഒരു കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു തിരിഞ്ഞു നോട്ടമാണെന്ന് നമുക്ക് പറയാം. സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്നത്. ബാല്യകാലത്തിലെ ഓണാനുഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ലേഖനം വർത്തമാന ചിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഭൂതകാലത്തിൻ്റെയും അതായത് വർത്തമാനകാലത്തിൻ്റെയും താരതമ്യമാണ് ടി വാസുദേവൻ നായർ ഈ ഒരു കഥയിലൂടെ നടത്തുന്നത്. നാടകീയമായ ആവിഷ്കാര രീതിയും ചെറുകഥയിൽ എന്നതുപോലെയുള്ള ഭാവാത്മകതയും ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഭാഷാരീതിയും ഈ ലേഖനത്തെ ആകർഷകമാക്കുന്ന ഒന്ന് തന്നെയാണ്. ബാല്യത്തിലെ ഗ്രാമാന്തരീക്ഷത്തെയും ഗാർഹിക പരിസ്ഥിതികളെയും വ്യക്തികളെയും മുന്നിൽ കാണും പോലെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ടി വാസുദേവൻ നായർ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന ഈ രചനയിലൂടെ ചെയ്യുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നൊരു ബ്രീഫായിട്ട് നോക്കിക്കളയാം അല്ല, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, കണ്ണാന്തളി പൂക്കളുടെ പ്രത്യേകതകൾ എന്താണ്, പിന്നെ ലേഖകൻ എന്താണ് ഓണാഘോഷത്തെക്കുറിച്ച് പറയുന്നത്, ചെറിയാമ്മ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ഇതിൽ, അതാരാണ്, എന്താണ് അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം അല്ലേ. ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. തെക്കരോട് മത്സരിക്കാൻ ഞങ്ങൾക്കാവില്ല. തെക്കരെന്ന് വെച്ചാൽ വന്നേരിക്കാർ, അച്ഛൻ്റെ വീട്ടുകാർ. അവരുടെ ഓണം ഞങ്ങളെക്കാൾ വളരെ കെങ്കേമമാണ്. കൊയ്യാൻ വൈകിയാലും പ്രശ്നമില്ല. അവിടുത്തെ പത്തായങ്ങളിൽ എന്നും നെല്ലുണ്ടാവും. കൊയ്ത്തു നടക്കുമ്പോൾ പാടത്തു വെച്ചു തന്നെ വണ്ടിക്കാർക്ക് നെല്ല് വിൽക്കും. അവിടെ ഓണം 10 ദിവസത്തെ ആഘോഷമാണ്. പാണരുടെ സംഘം പകൽ മുറ്റത്ത് പാട്ടും കളിയും നടത്തും. എന്തൊക്കെയാണെങ്കിലും പൂക്കളുടെ കാര്യത്തിൽ അവർക്ക് ഞങ്ങളുടെ ആഭിജാത്യമില്ല. വേലിപ്പടർപ്പിലെ പൂക്കളൊക്കെ അവർ കളമിടാൻ ഉപയോഗിച്ചു. ഞങ്ങൾക്കുള്ള സൗഭാഗ്യം കുന്നിൻ ചെരുവിലെ സമൃദ്ധമായ കണ്ണാന്തളി പൂക്കൾ അവർക്കൊരിക്കലും കിട്ടില്ലല്ലോ. പാണരുടെ പാട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിപ്പൊയിരനും പാട്ടിയും വീടാന്തരം നടന്നു പാടി രാവേറെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്തും എത്തും. അപ്പോഴേക്കും ഉണ്ണിപ്പേരൻ്റെ തൊണ്ടയടച്ചിരിക്കും. ആചാരം മുടക്കാതിരിക്കാൻ ഉണ്ണിപ്പെരയൻ പ്രയാസപ്പെട്ടു പാടുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നും. 100 വീടുകൾ കഴിഞ്ഞ് എത്തിയാലും ഞങ്ങളുടെ പാട്ടിയുടെ തൊണ്ടയ്ക്ക് പതറിച്ചയില്ല എന്നതായിരുന്നു ഒരു ആശ്വാസം. അങ്ങനെ ആ കഥയിൽ പറയുന്നതെല്ലാം എന്താണ്, ആ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഓണത്തിന് പൂക്കളിടുന്നതിനെക്കുറിച്ചും തുമ്പപ്പൂവ് എത്ര പെറുക്കിയാലും ഒരു പൂവട്ടിയെ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നതും, അവസാനം എന്ത് ചെയ്യും, കണ്ണാന്തളി കൊണ്ടുള്ള പൂക്കളം ചിത്രപ്പണികളും എല്ലാം നടത്തുകയും അതിൽ വെള്ളപ്പൊട്ടുകൾ പോലെ തുമ്പപ്പൂവുകൾ വെക്കുന്നതും ചുറ്റും കോളാമ്പിപ്പൂവും കുങ്കുമപ്പൂവും ഇടുന്നതും എല്ലാം പറയുകയും പിന്നീട് പാടത്ത് നെല്ലുകൾ കൊയ്യാനായോ എന്ന് ആലോചിച്ചിരിക്കുന്ന അമ്മയെയും കുട്ടമ്മാവനും കൂടി അതിനെ ശരിവെക്കുന്നതും, പക്ഷേ അതിന് സമ്മതിക്കാത്ത കൃഷിപ്പണിക്കാരനായ അയ്യപ്പനെക്കുറിച്ചും എല്ലാമാണ് ആ കഥയിലൂടെ പിന്നീട് പറയുന്നത്. അടയ്ക്കയുടെ വിലയിലെ ഏറ്റക്കുറിച്ചുകളെ പറ്റിയും ഞങ്ങൾ കുട്ടികൾക്കറിയാമായിരുന്നു. ഓണത്തിന് തൊട്ടു മുമ്പുള്ള പാലത്തറ ചന്തയിൽ നിന്ന് സമൃദ്ധമായി കോളു കൊണ്ടുവരണമെങ്കിൽ ചാലിശ്ശേരിയിൽ അടയ്ക്ക വിറ്റു വരുമ്പോൾ 100-ന്റെ നോട്ടുണ്ടാവണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞും ആ ഒരു തറവാടുകളിലെ ഓണത്തിനെക്കുറിച്ചിട്ടുള്ള വിരുന്നു പാർക്കലിനെ കുറിച്ചിട്ടും എല്ലാമാണ് പിന്നീട് അങ്ങോട്ട് പറയുന്നത്. അങ്ങനെ പറയുന്നതിനിടയിൽ നമ്മുടെ കഥാകാരൻ പറയുകയാണ്, അച്ഛൻ സിലോണിലാണ്, കുട്ടമ്മാവൻ എസ്റ്റേറ്റിലും. ഭരണം നടത്തിയിരുന്നതിലും അവർക്കിടയിലുള്ള ചെറിയ അമ്മാവനാണ്. അവസാന നിയന്ത്രണം കണ്ണിന് കാഴ്ചയില്ലാത്ത പത്തായപ്പുരയുടെ താഴത്തെ മുറിയിൽ വലിയ താക്കോൽ കൂട്ടം തലയിണയ്ക്കിടയിൽ വെച്ച് കിടക്കുന്ന അച്ഛമ്മയ്ക്കാണെന്നും എല്ലാവർക്കും അറിയാം എന്നെല്ലാം പറഞ്ഞ് ആ ഒരു നാട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തരികയാണ് നമ്മളോട് നമ്മുടെ ടി വാസുദേവൻ നായർ. ഓക്കെ, ബാക്കിയും കൂടി നോക്കാം അല്ലേ. അടുത്ത മുറിയിലാണ് ചെറിയമ്മാമ ഉണ്ടായിരുന്നതെന്നും ആ മുറിയിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്താണ് തെങ്ങുകയറ്റത്തിൻ്റെ പുസ്തകങ്ങളും മറ്റനേകം കടലാസുകളും കൂടാതെ ആധാരക്കെട്ടുകളും എല്ലാം സൂക്ഷിച്ചിരിക്കുകയെന്നും അദ്ദേഹം പണ്ട് ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനായിരുന്നു എന്നും പിന്നീട് അദ്ദേഹം കൃഷിസ്ഥലത്തും തെങ്ങിൻ പറമ്പുകളിലൊക്കെ പോയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം കൃഷിയിടങ്ങളെല്ലാം നല്ലവണ്ണം നോക്കിക്കൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണെന്നും അദ്ദേഹത്തെ എല്ലാവർക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും പേടിയാണെന്നും എല്ലാമാണ് പിന്നീട് പറയുന്നത്. അതായത് ആർക്കൊക്കെയാണ് പേടി, മക്കൾക്കും മരുമക്കൾക്കും എല്ലാം ചെറിയമ്മാമയെ ഭയങ്കര പേടിയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഉച്ചത്തിൽ സംസാരിക്കുന്നത് ആരും കേട്ടിരിക്കില്ല. അച്ചമ്മയുടെ മുന്നിൽ ചെന്ന് എന്തൊക്കെയോ പറയാറുണ്ട്. അച്ചമ്മയും പതുക്കെയാണ് സംസാരിക്കുന്നത്. കേൾവി കുറവായ ചെറിയമ്മയ്ക്ക് എങ്ങനെയാണ് അച്ചമ്മയുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാവുക എന്ന് കുറേ ഞങ്ങൾ ചിന്തിച്ചിരിപ്പുണ്ട് എന്നാണ് ടി നമ്മളോട് പറയുന്നത്. ഇനി ആ ഒരു നാട്ടുംപുറത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നാട്ടുംപുറത്തുള്ള ഒരു വീടാണ് ടിയുടേത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആ ഒരു തറവാട്ടിലെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണ്, കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും പഞ്ഞമാസമാണെന്നില്ല, അതായത് ഒന്നുമില്ലാത്ത ഒരു മാസമാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം അടക്കി ഒതുക്കി വേണം കഴിയാനെന്ന്. ആ ഒരു രീതിയിലുള്ള കഥയാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നല്ലേ. കർക്കിടകം പിറന്നു. താന്നിക്കുന്നിൽ നിറയെ കണ്ണാന്തളി പൂക്കൾ മുടക്കമില്ലാതെ വിടർന്നു. തോണിക്കടവിലെ 2 കണ്ടം കഷ്ടിച്ചു കൊയ്യാമെന്ന് അയ്യപ്പൻ സമ്മതിച്ചു. പക്ഷെ കുട്ടമാമൻ വളരെ പരവശനായിരുന്നു. ഇടവത്തിൽ വിസ്തരിച്ചു മഹാളിക്കു തളിച്ചിരുന്നുവെങ്കിൽ അടയ്ക്ക പറിച്ചു വെട്ടിയപ്പോൾ വളരെ കുറവ്. ഉത്രാട ചന്തയിൽ നിന്നു കൃഷിപ്പണിക്കാരായ അയ്യപ്പനും നീലിക്കും മാത്രം മുണ്ടും തുണികളും വാങ്ങി. വീട്ടിലേക്കും മല്ലും ജഗന്നാഥനും ഇല്ല. കുട്ടികൾ എന്ന് വെച്ചാൽ ഞാനും
കൊച്ചുണ്ണി ഏട്ടനുമാണ്. ഞാനെന്ന് പറയുന്നത് ആരെ ഇവിടെ എം ടി അല്ലേ, എം ടിയും കൊച്ചുണ്ണി ഏട്ടനും മാത്രമാണെന്ന് കുട്ടികൾ. അവരെന്താണ്, അവർ സ്കൂളിൽ പോകുന്നവരല്ലേ, അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ വാങ്ങണ്ട. കഞ്ഞിയിൽ പറക്കലിൽ നമുക്ക് കഞ്ഞിയിൽ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് കുന്നംകുളത്തുനിന്ന് വാങ്ങിക്കൊടുക്കാം, അന്നേരം വാങ്ങുന്നതാണ് നല്ലത്, വാങ്ങിക്കൊടുക്കാം എന്ന് പറയുകയാണ്. തോട്ടത്തിൽ ചെറുകായ് ഇഷ്ടം പോലെയുണ്ട്, അത് പഴുപ്പിച്ചാൽ മതി. ഇക്കുറി വിൽക്കണമെന്നില്ല. ഇല്ല പറമ്പിൽ കുട്ടികളെല്ലാം ഉച്ചയൂണ് കഴിഞ്ഞ് ഒത്തുകൂടും. ആട്ടക്കളത്തിലെ മെയ്മിടുക്ക്, തലപ്പന്തിലെ വൈദഗ്ധ്യം, കരയും കുറിയും കോടി മണവുമുള്ള പുതിയ മുണ്ടുകളുടെ അഭിമാനം. പഠിപ്പിൽ മിടുക്കി ഇല്ലാത്തവർക്കുള്ളതാണ് ഈ കളികളൊക്കെ എന്ന ഭാവത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറി നിന്നു. അവിട്ടത്തിനു പുറം പണിക്കാർക്ക് ചോറ് കൊടുത്തു. കടവുകാർക്കും പറ്റുപീടികക്കാർക്കും അബൂബക്കർ തുടങ്ങിയ അയൽക്കാർക്കുമൊക്കെ സദ്യ കൊടുക്കുന്ന പതിവുണ്ടായിരുന്ന അവിട്ടം ദിവസം കൃഷിഭൂമികൾ കുറഞ്ഞപ്പോൾ പഴയ പതിവുകൾ പലതും നിർത്തിവെച്ചതാണ്. എന്താ പറയുന്നത്, പഴയ കാലത്തെ എല്ലാവർക്കും, അതായത് ഓണത്തിന് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഓണം എന്നാ പറയുക അല്ലേ. ആ ഒരു സമയത്ത് എന്താണ്, എല്ലാവർക്കും നല്ലോണം ഫുഡൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ നല്ലോണം വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ അയൽക്കാർക്കും തൊട്ടടുത്തുള്ളവർക്കും എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, ചെറിയ ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന കൃഷിയിടത്തു നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം, വിളവുകളെല്ലാം കുറഞ്ഞു വന്നപ്പോൾ അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്തു, പണവും എല്ലാം ഇല്ലാതായി, സമ്പത്തില്ലാതെയായപ്പോൾ എന്ത് ചെയ്തു, കൊടുക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, കുറഞ്ഞു വന്നു എന്ന് പറയുകയാണല്ലേ. അങ്ങനെ അവിട്ടം വൈകുന്നേരം ചെറിയ മാമ തൻ്റെ വീട്ടിലേക്ക് വരാറുണ്ടെന്നും തിരുവോണത്തിന് അമ്മയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ശേഷം ചെറിയ മാമ ഭാര്യ വീടായിട്ടുള്ള കരുപ്പറമ്പിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇക്കാലത്ത് നേരെ തിരിച്ച് ഓണക്കാലത്ത് ഇവിടേക്ക് വരുന്നത് ആദ്യമായിട്ടാണെന്നാണ് നമ്മുടെ എം ടി പറയുന്നത്. അമ്മ വേഗം കോലായിൽ പുൽപ്പായ ഇട്ടു കാൽ കഴുകി ഞങ്ങളെയൊക്കെ നോക്കി ഒന്ന് ചിരിച്ചു ചെറിയ മാമ അവിടെ ഇരുന്നു. അപ്പോൾ അമ്മ ഒരു ചായ കൊണ്ടു കൊടുത്തു. ഓണക്കാലത്ത് വറുത്ത കായയും പഴം പുഴുങ്ങിയതും ഇല്ലാതെ ചായ കൊടുക്കേണ്ടി വന്നതിൽ അമ്മയ്ക്ക് ജാള്യത തോന്നിയിരിക്കണം. ചായ കുടിച്ചിട്ട് ചെറിയ മാമൻ കുറച്ചു നേരം കൂടി ഒന്നും സംസാരിക്കാതെ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് എഴുന്നേറ്റ് മഴക്കോള് കാണുന്നുണ്ട്, നടക്കട്ടെ ഏടത്തിയമ്മേ. എന്നിട്ട് അരികെ വച്ചിരുന്ന കടലാസ് പൊതിയെടുത്ത് നീട്ടിയിട്ട് പറഞ്ഞു, ഇത് കുട്ടികൾക്കാ. പിന്നെ മുറ്റത്ത് നിൽക്കുന്ന എന്നെ നോക്കി പതുക്കെ ഒന്ന് ചിരിച്ച് ഇറങ്ങിപ്പോയി. വള്ളിച്ചെരുപ്പിൻ്റെ ശബ്ദം പടികൾ കടന്ന് വയൽ വരമ്പിലേക്ക് കയറി. അമ്മ പൊതി തുറന്നു അത്ഭുതത്തോടെ നോക്കുന്നു. എനിക്കും കൊച്ചുണ്ണി ഏട്ടനും കരയുള്ള ഓരോ മുണ്ട്. എൻ്റെ കണ്ണു നിറഞ്ഞത് ആരും കണ്ടില്ല, കോടിയുടെ മണം. പിന്നീട് എല്ലാ ഓണത്തിനും അവിട്ടം വൈകുന്നേരം ചെറിയമ്മാമയുടെ വരവ് കാത്തിരിക്കലായി. കൃത്യമായി കക്ഷത്തിൽ പൊതിയുമായി വന്ന് ജ്യേഷ്ഠൻ കോളേജ് വിട്ടപ്പോൾ പൊതിയിലെ മുണ്ടിൻ്റെ എണ്ണം 1 കുട്ടിയായി ഞാൻ മാത്രമാണല്ലോ വീട്ടിലുള്ളൂ. അതിനാൽ തൻ്റെ ഊണ് കഴിഞ്ഞ് കുട്ടികൾ ഉണ്ണാവൂ എന്ന നിയമം ഈ ചെറിയമാമ ഉണ്ടാക്കിയതാവില്ല. അടുക്കളപ്പണിയും മേൽകഴുകലും കഴിഞ്ഞ് നാട്ടുപഞ്ചായത്തിനും നുണക്കൂട്ടങ്ങൾക്കുമായി ഇഷ്ടം പോലെ സമയം കണ്ടെത്താൻ അച്ഛൻ പെങ്ങന്മാർ നടപ്പാക്കിയ ഒരു സമ്പ്രദായമായിരിക്കണം. സത്യം അറിയാൻ അവരാരും ഇപ്പോൾ ഇല്ല, ചെറിയ മാമയും ഇല്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, മക്കൾ പണ്ട് കാലങ്ങളിൽ പറയൂലേ, മക്കൾ കഴിക്കുന്നത് ആദ്യം മുതിർന്നവർ കഴിക്കട്ടെ, എന്നിട്ട് അതിനുശേഷം മക്കൾ കഴിച്ചാൽ മതി എന്ന് പറയൂലേ. അതിനെ ഒരു പരിഹാസ രൂപത്തിലാണ് എം ടി പറയുന്നത് അല്ലേ. പക്ഷേ ആ കാലത്തെ ഓർമ്മകളിൽ അദ്ദേഹം ഒന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ആ കണ്ണാന്തളി പൂക്കൾ വിരിഞ്ഞിരുന്ന കുന്നിൻപുറങ്ങളിലെല്ലാം കുടിയിരിപ്പുകാർ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ണാന്തളി പൂക്കൾ അവിടെ നിന്നും പോയി മറിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ആ കഥയുടെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നത്, തൻ്റെ കഥയിൽ കണ്ട കണ്ണാന്തളി പൂക്കളെ കാണാൻ വരുന്നു എന്ന് എനിക്ക് എഴുതിയ വായനക്കാരൻ സുഹൃത്തിനെ ഞാൻ മറുപടി അയച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ഗ്രാമം മാത്രമേ ഉള്ളൂ, അത് കാണാം. പക്ഷേ കണ്ണാന്തളി പൂക്കളില്ല, ഗ്രാമവും മാറിയിരിക്കുന്നു. മലമക്കാവിലെ പ്രശസ്ത വൈദ്യൻ പരമേശ്വരൻ നായർ ഒരിക്കൽ വിജയഭാവത്തിൽ വന്നു പറഞ്ഞു, പാറയിടുക്കിൽ നിന്നും മറ്റുമായി 3 ചെടികൾ കണ്ടുകിട്ടിയിട്ടുണ്ട്, ഞാൻ വളർത്തുന്നു, ഇനി നാട്ടിൽ വരുമ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ. അടുത്തൊരവസരത്തിൽ നാട്ടിലെത്തിയപ്പോൾ മലമക്കാവിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? കുറ്റിയറ്റ കുടുംബത്തിലെ ദരിദ്ര സന്തതികൾ 3 പേർ മൺചട്ടികളിൽ വളർന്നു നിൽക്കുന്നു. ഒന്നിൽ പൂവുണ്ട്. എൻ്റെ ഓർമ്മയിലെ നിറം ഇതല്ലല്ലോ എന്ന് ഞാൻ സംശയിച്ചു. നനുത്ത ഒരു മണമുണ്ട്, പക്ഷേ കുന്നെല്ലരി ചോറിൻ്റെ ഗന്ധമൊന്നുമില്ല. അങ്ങനെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു നിറങ്ങളും ഗന്ധങ്ങളും വിസ്മയങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയ ആ ഒരു നിമിഷം, അതാണ് അദ്ദേഹം ഈ ഒരു കഥയുടെ അവസാനത്തിൽ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ കഥ ഇവിടെ തീരുമ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മഞ്ഞേരിക്കാരുടെ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? മഞ്ഞേരിക്കാർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? തെക്കൻ കേരളത്തിലുള്ളവരാണ് കേട്ടോ. ഓണം അവർ വളരെ കെങ്കേമമായിട്ട് നടത്തും. 10 ദിവസവും അവർക്ക് ഓണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. 10 ആഴങ്ങളിൽ നെല്ലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ദാരിദ്ര്യവും ഉണ്ടാവില്ല. അങ്ങനെ പാണരുടെ സംഘം വന്ന് രാവിലെ മുറ്റത്ത് പാട്ടും കളിയും എല്ലാം നടത്തുകയും അതേപോലെ തന്നെ വേലിപ്പടർപ്പിലെ പൂക്കളൊക്കെ പറിച്ച് കളമിടാൻ ആരംഭിക്കുകയും, വടക്കൻ കേരളത്തിലെ പോലെ കുന്നിൻ ചെരുവിലെ സമൃദ്ധമായ കണ്ണാന്തളി പൂക്കൾ അവർക്ക് ലഭ്യമല്ലായിരുന്നു. പക്ഷേ എങ്കിലും അവരുള്ളതെല്ലാം നല്ല രീതിയിൽ ഇട്ടു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കണ്ണാന്തളി പൂക്കളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഓണക്കാലം ആകുമ്പോഴേക്കും അതെല്ലാം വിരിഞ്ഞ് വളരെ നല്ല നിറത്തോടുകൂടി ഇളം റോസ് നിറത്തിലുള്ള പൂക്കളായിട്ട് തലയാട്ടി തുടങ്ങുമെന്നാണ് നമ്മുടെ കഥാകൃത്ത് പറയുന്നത്. ചെറിയ മാമയുടെ അധികാരങ്ങൾ എന്തൊക്കെയായിരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭരണം നടത്തിയിരുന്നത് ചെറിയ മാമ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിയിലാണ് എല്ലാ കടലാസുകളും, അതായത് ആധാരവും പുസ്തകങ്ങളും മറ്റു കടലാസുകളെല്ലാം സൂക്ഷിച്ചിരുന്നത്. അദ്ദേഹം ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനായിരുന്നു. സ്കൂൾ പഠിപ്പിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? കൃഷിസ്ഥലങ്ങളിലെല്ലാം ഇറങ്ങി നടന്ന് അതെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ എത്തുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വന്തം മക്കളടക്കം എല്ലാവരും ചെറിയ മാമയെ മനസ്സിൽ ശപിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? എത്ര വിശന്നിരുന്നാലും എത്ര വൈകിയാലും ചെറിയ മാമ ഊണ് കഴിച്ചതിന് ശേഷമേ കുട്ടികളടക്കമുള്ളവർ ഭക്ഷണം വിളമ്പുകയുള്ളൂ എന്ന ഒരു
ശീലം എന്നൊരു നിയമം അവിടെ ഉണ്ടായിരുന്നു. അത് ചെറിയമ്മാമ നടപ്പിലാക്കിയതാണ് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തെ മനസ്സിലിങ്ങനെ ശപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ പെങ്ങളുടെ സംസാരം എല്ലാവരുടെയും മനസ്സിൽ പോറലായി അവശേഷിച്ചത് എന്തുകൊണ്ടാണ്? വന്നേരിയിലെ വീട്ടിൽ ചെറിയമ്മാമ ഊണ് കഴിച്ചിട്ടേ കുട്ടികൾക്ക് പോലും ഭക്ഷണം വിളമ്പാറുള്ളൂ. മറ്റു വീടുകളിലെല്ലാം കുട്ടികൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കുമല്ലോ എന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു. പക്ഷേ ഇവിടെ മാത്രം ഇങ്ങനെയാണെന്നും കുട്ടികളുടെ ചോദ്യത്തിന് വളരെ പരുഷമായാണ് അവിടെയുള്ള ഇളയ അച്ഛൻ പെങ്ങൾ ലക്ഷ്മിക്കുട്ടിയോടൊപ്പം പ്രതികരിച്ചത്. ഇവിടെ ഇങ്ങനെയാണ്, അതിനോട് ഇഷ്ടമുള്ളവർ ഇങ്ങ് വന്നാൽ മതി എന്ന അവരുടെ സംസാരം കുട്ടികളുടെ മനസ്സിൽ ഒരു പോറലായി അവശേഷിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നീട് നമ്മൾ ടെക്സ്റ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, നിറങ്ങളും ഗന്ധങ്ങളും വിസ്മയങ്ങളും നഷ്ടപ്പെട്ടതായി ലേഖകന് തോന്നിയത് എന്തുകൊണ്ട്? പിന്നീട് വരുന്നത് 16, അതായത് MT യുടെ രചനാപരമായ സവിശേഷതകൾ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി വിവരിക്കുക. അതും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ പറയുന്നതാണ് നമ്മുടെ, അതായത് എക്സ്ട്രാ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, സ്വന്തം ജീവിതാനുഭവം വായനക്കാർക്ക് അനുഭവവേദ്യമാക്കുന്നതിൽ ലേഖകൻ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് വിശകലനം ചെയ്യുക. അതും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ വരുന്ന 4, അതായത് പാഠഭാഗത്ത് പ്രതിഫലിക്കുന്ന ലേഖകൻ്റെ ജീവിത വീക്ഷണങ്ങൾ എന്താണെന്ന് വിശദമാക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചെറിയമ്മാമ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. പിന്നീട് വരുന്നതാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ, പാരിസ്ഥിതിക ദർശനത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് കണ്ണാന്തളി പൂക്കൾ എന്ന പാഠത്തിന് ഒരു ആസ്വാദനം തയ്യാറാക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാം ആപ്ലിക്കേഷൻ ലെവൽ വരുന്നതാണ്, പുറമേ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ചാപ്റ്റർ വായിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്നതും ഇപ്പോഴത്തെ സമകാലികമായിട്ടുള്ള കാര്യങ്ങളും വെച്ചെഴുതേണ്ടതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗ്രഹാതുരത്വം ഉണർത്തുന്ന ബാല്യകാല സ്മരണകളാണ് MT യുടെ കണ്ണാന്തളി പൂക്കളുടെ കാലം, വിശദീകരിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കണം കേട്ടോ. ഓക്കെ.